നമസ്കാരം. ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണയിലെ ബസ് ഉടമകളും ബസ് ജീവനക്കാരും അനിശ്ചിതകാല സമരത്തിലേക്ക്. ഗതാഗതക്കുരുക്കിൽ കിടക്കുന്ന ബസ്സുകൾക്ക് നേരെ ട്രാഫിക് ലംഘനത്തിന്റെ പേരിൽ അന്യായമായി പോലീസും ഹോംഗാർഡും പിഴ ചുമത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് ബസ് സർവീസുകൾ നിർത്തിവെച്ച് സമരപാതയിലേക്ക് ഇറങ്ങുന്നതെന്ന് ബസ് ഉടമസ്ഥ സംഘം പ്രസിഡന്റ് മുഹമ്മദ് അലി ഹാജി ടുഡേ ന്യൂസിനോട് പറഞ്ഞു. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. പെരിന്തൽമണ്ണയിലെ മണിക്കൂറുകളോളം നീളുന്ന ഗതാഗതക്കുരുക്കിൽ പെട്ടുകിടക്കുന്ന ബസ്സുകൾക്ക് നേരെ ട്രാഫിക് നിയമലംഘനത്തിന്റെ പേരിൽ പോലീസും ഹോംഗാർഡും അന്യായമായി പിഴ ചുമത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് പെരിന്തൽമണ്ണയിലെ ബസ്സുടമകളും ജീവനക്കാരും സർവീസ് നിർത്തിവെച്ച് അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുന്നത്. പെരിന്തൽമണ്ണ ചില്ലീസ് ജംഗ്ഷൻ, ആയിഷ ജംഗ്ഷൻ, ടൗൺ എന്നിവിടങ്ങളിലെ ഗതാഗതക്കുരുക്കിൽ അകപ്പെടുന്ന ബസ്സുകൾക്ക് സർവീസ് നടത്താനുള്ള സൌകര്യം ഒരുക്കുന്നതിന് പകരം ട്രാഫിക് നിയമലംഘനത്തിന്റെ പേരിൽ ഫോട്ടോ എടുത്ത് പിഴ ചുമത്തുകയാണെന്നും ഒരു ദിവസം തന്നെ നിരവധി തവണ പിഴ ചുമത്തുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ടെന്നും ബസ് ഉടമകൾ പറയുന്നു. ഗതാഗതക്കുരുക്കിൽ ട്രിപ്പുകൾ മുടങ്ങുന്നതിനിടയിലാണ് ഭീമമായ സംഖ്യ പിഴയിനത്തിലും ഒടുക്കേണ്ടി വരുന്നത്. വിഷയത്തിൽ MLA ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകി അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണെന്ന് ബസ് ഉടമസ്ഥ സംഘം പ്രസിഡന്റ് മുഹമ്മദ് അലി ഹാജി ടുഡേ ന്യൂസിനോട് പറഞ്ഞു. വളരെ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു ബസ്സിനെ സംബന്ധിച്ച് സമയക്കുറവ് വളരെ കുറവാണ്. മലപ്പുറത്തു നിന്നൊരു ബസ് വന്നാൽ ഉടനത് പെരിന്തൽമണ്ണയിൽ വന്ന് വീണ്ടും അത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകേണ്ട ബസ്സുകളാണ്. അത്തരം ബസ്സുകൾ അങ്ങാടിപ്പുറത്തും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആയിഷ കോംപ്ലക്സ് വഴിയും പോകുമ്പോൾ ട്രാഫിക് പോലീസും അതുപോലെ തന്നെ ഹോംഗാർഡും ഈ വണ്ടികൾ തടഞ്ഞു നിർത്തി ആ ബസ്സുകൾക്ക് പോകാൻ സൗകര്യം ചെയ്യാതെ അത് അവർ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് അവർ ഫോട്ടോ എടുത്ത് ആ ഫൈൻ ചുമത്തേണ്ട നിലപാട് ഇപ്പോൾ ഇവിടെ തുടങ്ങുന്നുണ്ട്. ഓരോ ബസ്സുകാർക്കും 8ഉം 10ഉം ഫൈനാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പാവപ്പെട്ട തൊഴിലാളികളിൽ നിന്ന് ഈടാക്കാൻ സാധ്യമല്ല. ബസ് ഉടമകൾക്കാണെങ്കിൽ ഇത് വണ്ടി CF നടത്തുന്ന സമയത്താണ് ഇത് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണ്ണയിലെയും ഗതാഗതക്കുരുക്ക് പൊതുഗതാഗത സംവിധാനത്തെ അപ്പാടെ ബാധിക്കുന്നുണ്ട്. പലപ്പോഴും സർവീസുകൾ നടത്താനാവാതെ ബസ് ജീവനക്കാരും വലയുകയാണ്. ഗതാഗത നിയന്ത്രണത്തിന് കാര്യക്ഷമമായ സിഗ്നൽ സംവിധാനമില്ലാത്തതും മണിക്കൂറുകളോളം നീളുന്ന ഗതാഗതക്കുരുക്കും താളം തെറ്റിക്കുമ്പോൾ മനഃപൂർവ്വമല്ലെങ്കിലും സർവീസ് തുടരാൻ നിയമം തെറ്റിക്കേണ്ടി വരികയാണെന്നാണ് ബസ് ഡ്രൈവർമാരുടെ വാദം. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.